പെർവാസീവ്നെസ് ഓഫ് പ്ലാനിംഗ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്ലാനിംഗ് ഡാഷ്. അതായത് ആസൂത്രണത്തിന്റെ വ്യാപനം ആസൂത്രണത്തെ സൂചിപ്പിക്കുന്നത് ഡാഷ് എന്നാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ ടോപ്പ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഓപ്ഷൻ ബി എക്സ്റ്റെൻഡ്സ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഓപ്ഷൻ സി ഈസ് എ ഫ്യൂച്ചർ ഓറിയന്റഡ് ആക്ടിവിറ്റി. ഓപ്ഷൻ ഡി ഈസ് ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്. പെർവാസീവ്നെസ് ഓഫ് പ്ലാനിംഗ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്ലാനിംഗ് എക്സ്റ്റെൻഡ്സ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ആസൂത്രണത്തിന്റെ പ്രാധാന്യമുള്ളത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റെഡ്യൂസിംഗ് അൺസർട്ടനിറ്റി. ഓപ്ഷൻ ബി ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ് ക്രിട്ടിക്കലി. ഓപ്ഷൻ സി ഡെവലപ്പിംഗ് ലീഡർഷിപ്പ്. ഓപ്ഷൻ ഡി സെലക്ടിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്ലാന്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, റെഡ്യൂസിംഗ് അൺസർട്ടനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്. അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ആസൂത്രണത്തിന്റെ പരിമിതി അല്ലാത്തത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡൈനാമിക് എൻവയൺമെന്റ്. ഓപ്ഷൻ ബി കോസ്റ്റ്ലി പ്രോസസ്. ഓപ്ഷൻ സി റിജിഡിറ്റി. ഓപ്ഷൻ ഡി ടോപ്പ് മാനേജ്മെന്റ് അപ്രോച്ച്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ടോപ്പ് മാനേജ്മെന്റ് അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റെപ്പ് ഓഫ് പ്ലാനിങ്. അതായത് ഇനി പറയുന്നതിൽ ഏതാണ് ആസൂത്രണത്തിന്റെ ഒരു ഘട്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അനാലിസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓപ്ഷൻ ബി അനാലിസിസ് ഓഫ് എൻവയൺമെന്റ്. ഓപ്ഷൻ സി അനാലിസിസ് ഓഫ് എംപ്ലോയി ബിഹേവിയർ. ഓപ്ഷൻ ഡി അനാലിസിസ് ഓഫ് എംപ്ലോയി മൊറൈൽ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, അനാലിസിസ് ഓഫ് എൻവയൺമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The basic role of strategy is to provide dash. അതായത് ഈ ഡാഷ് നൽകുക എന്നതാണ് തന്ത്രത്തിന്റെ അടിസ്ഥാന ധർമ്മം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓപ്ഷൻ ബി ഡയറക്ഷൻ ഫോർ ആക്ഷൻ. ഓപ്ഷൻ സി ഡയറക്ഷൻ ഫോർ മോട്ടിവേഷൻ. ഓപ്ഷൻ ഡി ഡയറക്ഷൻ ഫോർ കൺട്രോൾ. The basic role of strategy is to provide a direction for action. Option B ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following plans prescribes chronological steps for performing activities? അതായത് ഇനി പറയുന്ന പ്ലാനുകളിൽ ഏതാണ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് കാലാനുസൃതമായ ഘട്ടങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രൊസീജിയർ. ഓപ്ഷൻ ബി റൂൾ. ഓപ്ഷൻ സി പോളിസി. ഓപ്ഷൻ ഡി മെത്തേഡ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, പ്രൊസീജിയർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിംഗിൾ യൂസ് പ്ലാൻ? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്ട്രാറ്റജി. ഓപ്ഷൻ ബി റൂള്. ഓപ്ഷൻ സി ബഡ്ജറ്റ്. ഓപ്ഷൻ ഡി മെത്തേഡ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബഡ്ജറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓർഗനൈസിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ് വൺ ഓഫ് ദ ഫോളോയിങ്. അതായത് ഓർഗനൈസിംഗ് പ്രക്രിയയിൽ ഇനി പറയുന്നവൽ ഒന്ന് ഉൾപ്പെടുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഓപ്ഷൻ ബി പ്രിസ്ക്രൈബിംഗ് എ ഡിസിപ്ലിനറി ആക്ഷൻ. ഓപ്ഷൻ സി ഡിറ്റർമൈനിങ് ഒബ്ജക്റ്റീവ്സ്. ഓപ്ഷൻ ഡി പ്രിസ്ക്രൈബിംഗ് വർക്ക് ഷെഡ്യൂള്. ഓർഗനൈസിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ് വൺ ഓഫ് ദ ഫോളോയിങ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്. അതായത് ഇനി പറയുന്നതിൽ ഒന്ന് സംഘടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റോൾ ക്ലാരിറ്റി. ഓപ്ഷൻ ബി പെർഫോമൻസ് അപ്രൈസൽ. ഓപ്ഷൻ സി അഡാപ്ഷൻ ടു ചേഞ്ച്. ഓപ്ഷൻ ഡി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്. ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പെർഫോമൻസ് അപ്രൈസൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഡാഷ്. അതായത്
ഈ ഓർഗനൈസേഷൻ ഘടന ഡാഷ് എന്നിവ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓർഗനൈസേഷൻ ആൻഡ് എൻവയോൺമെന്റ്. ഓപ്ഷൻ ബി പീപ്പിൾ വർക്ക് ആൻഡ് റിസോഴ്സസ്. ഓപ്ഷൻ സി ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി. ഓപ്ഷൻ ഡി സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പീപ്പിൾ വർക്ക് ആൻഡ് റിസോഴ്സസ്. അടുത്ത ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. അതായത് ഇനി പറയുന്നവയിൽ ഒന്ന് പ്രവർത്തന ഘടനയുടെ ഒരു ഗുണമാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റെസ്പോൺസിബിലിറ്റി ഫോർ എൻഡ് റിസൾട്ട്സ്. ഓപ്ഷൻ ബി ഫ്ലെക്സിബിലിറ്റി. ഓപ്ഷൻ സി പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ. ഓപ്ഷൻ ഡി ഈസിയർ എംപ്ലോയി ലേണിംഗ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈസിയർ എംപ്ലോയി ലേണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിവിഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു കോൺഫ്ലിക്ട്സ് ഇൻ ഡാഷ്. അതായത് ഡിവിഷണൽ ഘടന ഡാഷിലെ സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റിസോഴ്സ് അലോക്കേഷൻ. ഓപ്ഷൻ ബി മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഓപ്ഷൻ സി മോട്ടിവേഷൻ. ഓപ്ഷൻ ഡി പ്ലാനിംഗ് പ്രോസസ്. ഡിവിഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു കോൺഫ്ലിക്ട് ഇൻ റിസോഴ്സ് അലോക്കേഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In which respect does formal organization differ from informal organization? അതായത് ഏത് കാര്യത്തിലാണ് ഔപചാരിക ഓർഗനൈസേഷൻ അനൗപചാരിക സംഘടനയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രൊഡക്ഷൻ പ്രോസസ്. ഓപ്ഷൻ ബി സ്ട്രക്ചറിംഗ്. ഓപ്ഷൻ സി ഫിനാൻഷ്യൽ പ്രൊസീജിയർ. ഓപ്ഷൻ ഡി പർച്ചേസിംഗ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ട്രക്ചറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following does not follow scalar chain? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് സ്കെയിലാർ ചെയിൻ പിന്തുടരാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓപ്ഷൻ ബി ഫങ്ഷണൽ സ്ട്രക്ചർ. ഓപ്ഷൻ സി ഫോർമൽ ഓർഗനൈസേഷൻ. ഓപ്ഷൻ ഡി ഡിവിഷണൽ സ്ട്രക്ചർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻഡിക്കേറ്റ്സ് എ ഡാഷ്. അതായത് വികേന്ദ്രീകരണത്തിന്റെ അളവ് ഡാഷ് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിഗ്രി ഓഫ് അതോറിറ്റി ഡെലിഗേഷൻ. ഓപ്ഷൻ ബി ഡിഗ്രി ഓഫ് റെസ്പോൺസിബിലിറ്റി. ഓപ്ഷൻ സി ഡിഗ്രി ഓഫ് പവർ ഡെലിഗേഷൻ. ഓപ്ഷൻ ഡി ഡിഗ്രി ഓഫ് അക്കൗണ്ടബിലിറ്റി. ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻഡിക്കേറ്റ്സ് ഡിഗ്രി ഓഫ് അതോറിറ്റി ഡെലിഗേഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് മാനേജേഴ്സ് ഈസ് ഇൻവോൾവ്ഡ്. അതായത് സ്റ്റാഫിംഗ് പ്രവർത്തനത്തിൽ മാനേജർമാരുടെ ഇനി പറയുന്ന ഗ്രൂപ്പുകളിൽ ഏതാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only top managers. ഓപ്ഷൻ ബി only human resource managers. ഓപ്ഷൻ സി only middle managers. ഓപ്ഷൻ ഡി all managers. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. all managers. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is not an importance of staffing? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ജീവനക്കാരുടെ പ്രാധാന്യം ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്യൂട്ടബിൾ ഡിവിഷൻ ഓഫ് വർക്ക് എമോങ് എംപ്ലോയീസ്. ഓപ്ഷൻ ബി ഡെവലപ്പിംഗ് സ്കിൽസ് ഇൻ എംപ്ലോയീസ്. ഓപ്ഷൻ സി എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഓപ്ഷൻ ഡി എഫിഷ്യന്റ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്യൂട്ടബിൾ ഡിവിഷൻ ഓഫ് വർക്ക് എമോങ് എംപ്ലോയീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ which combination of activities in sequential order is correct? അതായത് സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ തുടർച്ചയായ ക്രമത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഏത് സംയോജനമാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പ്ലേസ്മെന്റ്. ഓപ്ഷൻ ബി സെലക്ഷൻ, ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ്, പ്ലേസ്മെന്റ്. ഓപ്ഷൻ സി റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ്. ഓപ്ഷൻ ഡി റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ.
Which one of the following sources is most relevant to recruiting managerial personnel? അതായത് ഈ മാനേജർ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഇനി പറയുന്ന ഉറവിടങ്ങളിൽ ഏതാണ് ഏറ്റവും പ്രസക്തമായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, ഓപ്ഷൻ ബി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി അഡ്വർടൈസ്മെന്റ്, ഓപ്ഷൻ ഡി കാഷ്വൽ കോളേഴ്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അഡ്വർടൈസ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് റിക്രൂട്ട്മെന്റ് ആന്തരിക ഉറവിടം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി എംപ്ലോയി റെക്കമെൻഡേഷൻസ്, ഓപ്ഷൻ സി ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ഓപ്ഷൻ ഡി പേഴ്സണൽ കോണ്ടാക്ട്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ട്രാൻസ്ഫർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഈസ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കൺസേൺഡ് വിത്ത്? അതായത് ഈ മാനേജ്മെന്റ് വികസനം ഏത് തരത്തിലുള്ള പഠനമാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സ്പെസിഫിക് ജോബ് സ്കിൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ബി മൾട്ടി സ്കിൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി മാനുവൽ സ്കിൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ഡി ഇൻവെന്ററി ഡെവലപ്മെന്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മൾട്ടി സ്കിൽ ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഈസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് റിലവന്റ്? അതായത് ഈ ഏത് കൂട്ടം ആളുകൾക്കാണ് വെസ്റ്റിബിൾ പരിശീലനം പ്രസക്തമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ബി ടോപ്പ് മാനേജ്മെന്റ്, ഓപ്ഷൻ സി മിഡിൽ മാനേജ്മെന്റ്, ഓപ്ഷൻ ഡി സൂപ്പർവൈസറി മാനേജ്മെന്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഓപ്പറേറ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എലിമെന്റ് ഓഫ് ഡയറക്റ്റിംഗ്? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് സംവിധാനത്തിന്റെ ഒരു ഘടകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡെലിഗേറ്റിംഗ് അതോറിറ്റി, ഓപ്ഷൻ ബി ഡിസൈനിങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓപ്ഷൻ സി കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ഡി ഡിസൈനിങ് കൺട്രോൾ സിസ്റ്റം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കമ്മ്യൂണിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടിവേഷൻ ഈസ് നോട്ട്? അതായത് ഈ പ്രചോദനം ഡാഷ് അല്ല. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കോംപ്ലക്സ് പ്രോസസ്, ഓപ്ഷൻ ബി റിലേറ്റഡ് ടു സാറ്റിസ്ഫാക്ഷൻ, ഓപ്ഷൻ സി an easy process, option D a goal directed behavior. Motivation is not an easy process. Option C ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ഹാസ് ബീൻ ഗിവൺ ബൈ? അതായത് ഈ പ്രേരണയുടെ നീഡ് ശ്രേണി സിദ്ധാന്തം ഡാഷ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മാസ്ലോ, ഓപ്ഷൻ ബി ഫയോൾ, ഓപ്ഷൻ സി ടൈലർ, ഓപ്ഷൻ സി കൂട്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മാസ്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് സാമ്പത്തിക പ്രോത്സാഹനമല്ലാത്തത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബോണസ്, ഓപ്ഷൻ ബി പ്രൊവിഡന്റ് ഫണ്ട്, ഓപ്ഷൻ സി കോ പാർട്ട്ണർഷിപ്പ്, ഓപ്ഷൻ ഡി ചലഞ്ചിങ് ജോബ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ചലഞ്ചിങ് ജോബ്. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following is a non financial incentive? അതായത് ഇനി പറയുന്നത് ഏതാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റെക്കഗ്നീഷൻ, ഓപ്ഷൻ ബി പെർക്വിസ്റ്റ്, ഓപ്ഷൻ ഡി റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഓപ്ഷൻ ഡി സ്റ്റോക്ക് ഓപ്ഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ എ സുപ്പീരിയേഴ്സ് ഡാഷ്? അതായത് ഒരു മേലുദ്യോഗസ്ഥൻ ഡാഷ് അടിസ്ഥാനമാക്കിയുള്ളതാണ് നേതൃത്വം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അതോറിറ്റി, ഓപ്ഷൻ ബി റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ സി അക്കൗണ്ടബിലിറ്റി, ഓപ്ഷൻ ഡി പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എൻകോഡിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്? അതായത് എൻകോഡിംഗ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ട്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൺവേർട്ടിംഗ് മെസ്സേജ് ഇൻറ്റു സിംബൽസ്, ഓപ്ഷൻ ബി കൺവേർട്ടിംഗ് സിംബൽസ് ഇൻറ്റു മെസ്സേജ്, ഓപ്ഷൻ സി ട്രാൻസ്മിറ്റിംഗ് മെസ്സേജ്, ഓപ്ഷൻ ഡി റിസീവിംഗ് സിംബൽസ്. എൻകോഡിംഗ് ഈസ് റിലേറ്റഡ് ടു കൺവേർട്ടിംഗ് മെസ്സേജ് ഇൻറ്റു സിംബൽസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേപ്പ് വൈൻ ഈസ് എ ഫോം ഓഫ് ഡാഷ്?
അതായത് ഡാഷിന്റെ ഒരു രൂപമാണ് മുന്തിരി. ഗ്രേപ്പ് വൈൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ബി ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ സി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഓപ്ഷൻ ഡി ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ ഈസ് എ ഫോം ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.